നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ വാരഫലം നാം ചർച്ച ചെയ്യുന്നത് 1200 ചിങ്ങമാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെ, അതായത് 2024 സെപ്റ്റംബർ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാകുന്നു. ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി നാം ചർച്ച ചെയ്യുന്നു മേടം, ഇടവം, മിഥുന രാശിക്കാരുടെ ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ആദ്യമായി മേടം രാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ പ്രത്യേകിച്ചാരുമില്ല. 2-ാം ഭാവത്തിൽ വ്യാഴം, 3-ാം ഭാവത്തിൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 6-ാം ഭാവത്തിൽ ശുക്രൻ, കേതു, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ മാന്തി, 11-ാം ഭാവത്തിൽ ശനി, 12-ൽ രാഹു. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ രാശിദേവനായ ചൊവ്വ ബലവാനായ 3-ാം ഭാവത്തിൽ ബുധക്ഷേത്രത്തിൽ നിൽക്കുന്നു. ത്രയാരിഷ് അസതാവാസോ ദീർഘായുഷേ. 3, 6, 11 ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വന്നാൽ അത് ദീർഘായുസ്സരെ പ്രദാനം ചെയ്യുന്നു. അതേ രീതിയിൽ ശക്തമായ ഒരു സാന്നിധ്യം മേടം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നു ഈ 3-ലെ ചൊവ്വ. ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും 3-ലെ ചൊവ്വ. ഇവിടെ വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം 7-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു എന്നതാണ്. ചന്ദ്രൻ 4-ാം ഭാവാധിപനാകുന്നു, സുഖാധിപനാകുന്നു. യാത്രാസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുമ്പോൾ സ്വതവേ മേടൻ രാശി അടനഹ, അടതി ഇതി അടനഹ, ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുന്നു, യാത്രാപ്രിയരാകുന്നു. അതിനാൽ യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം തീരുമാനങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ മാറ്റി നിർത്തിയാൽ ഒരു യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ മേടൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായി സംജാതമാകുന്ന വാരമാകുന്നു പ്രസ്തുത വാരം. അതേ രീതിയിൽ വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകാം. വിവാഹം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് അവിചാരിതമായൊരു കുട്ടിയെ കാണുന്നു. എനിക്ക് ആ കുട്ടിയെ കഴിച്ചാൽ കൊള്ളാമെന്നുള്ള ഒരു വലിയ മതം, താല്പര്യം, കാമം, വികാരം വരുന്ന വാരമാകുന്നു. ഇവിടെയും മേടൻ രാശിക്കാർ ശ്രദ്ധിക്കണം. ശുക്രൻ 6-ലാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2-3 ആഴ്ചകളായി വിവാദങ്ങൾ മുഴുവനും മേടൻ രാശിക്കാർക്ക് പിന്തുടർന്നുണ്ടായിരുന്നു. അതിനാൽ സ്നേഹം കൊടുത്ത് ദുഃഖം വാങ്ങാൻ പാടില്ല. പക്ഷേ വളരെ അനുകൂലമായി നല്ല ചില സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നു ഈ വാരത്തിലൂടെ. അത് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ വളരെ അനുകൂലമാണ്. നിങ്ങൾ പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഭൂമിയുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഭൂമി വാങ്ങാം, ഭൂമി വിൽക്കാം. അല്ലെങ്കിൽ തൻ്റെ വീട് വളരെ കാലമായി പണിതീരാതെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു മാറ്റക്കച്ചവടം, തൻ്റെ ഭൂമി മറ്റൊരാൾക്ക് കൊടുത്ത് പകരം ഒരു സ്ഥലമോ ഭൂമിയോ വാങ്ങുന്ന ഒരു അനുകൂലമായ ഒരു കച്ചവട സ്ഥിതി സംജാതമാകും. നമുക്കതിൽ വളരെയധികം സാമർഥ്യം പ്രകടിപ്പിക്കുവാനും കഴിയും. വാണിജ്യകർമ്മണ്യതി നൈപുണത്വം, വ്യാപാരത്തിൽ കച്ചവടത്തിൽ നിപുണത കാണിക്കും. ഞാൻ സൂചിപ്പിച്ചു, ധീരമായിട്ട് കാര്യങ്ങൾ മേടൻ രാശിക്കാർക്ക് ചെയ്യാനാകുന്ന വാരമാകുന്നു. കാരണം 3-ൽ ചൊവ്വയാണ്. 3-ൽ ചൊവ്വ ശത്രുക്കളെ നശിപ്പിക്കുന്നു. പല കാര്യങ്ങളിലും ഇംപ്ലിമെൻ്റ് ചെയ്ത് തൻ്റെ കാര്യം നേടുവാനുള്ള കരുത്ത് മേടൻ രാശിക്കാർക്ക് സ്വതവേ ഉണ്ട്. അതിനൊരു ബോണസായി 3-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു എന്ന ഒരു മഹത്തായ ഗുണം കൂടി മേടൻ രാശിക്കാർക്കുണ്ട്. ഇവിടെ 5-ാം ഭാവത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. പഠനവുമായി ബന്ധപ്പെടുന്ന യാത്രകൾ ചെയ്യാം. സുസ്ഥിരമായ ഒരു ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നു 5-ലെ സൂര്യനും ബുധനും. അതിനാൽ പഠന സംബന്ധമായ വിഷയത്തിലായാലും പാഠ്യേതര വിഷയത്തിൽ സഞ്ചരിക്കുവാനുമൊക്കെ വളരെ അനുകൂലമായ സ്ഥിതിയാണ്. പാദങ്ങൾക്ക് ബലക്കുറവുള്ള രാശിയാകുന്നു മേടൻ രാശി. അതിനാൽ ഷുഗറുമായി ബന്ധപ്പെടുന്ന ഡയബറ്റിക്സ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. തങ്ങളുടെ പാദങ്ങൾക്കും കണ്ണുകൾക്കും ഷുഗർ ഒരു 2-ാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന വാരമാകുന്നു. ഒരു തരത്തിലും വികാര പ്രകടനങ്ങൾ അധികം നടത്തേണ്ടുന്ന വാരമല്ല. വൈകാരികമായ അവസ്ഥകൾ സംജാതമാകുമ്പോൾ അത് പ്രകടിപ്പിക്കുമ്പോൾ ശരീരം തളർന്നു പോകും മേടൻ രാശിക്കാർക്ക്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. സൗഹൃദം തനിക്ക് പാരയാകും. ധനം കൊടുത്താൽ തിരിച്ചു ലഭിക്കാത്ത അവസ്ഥ വരും. അതേ രീതിയിൽ ദാമ്പത്യ വിഷയത്തിലും
ചില ക്ലേശങ്ങളും അരിഷ്ടതകളും ഈ ശുക്രൻ്റെ നീചസ്ഥിതി കഴിയും വരെ മേടൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. ശുക്രൻ്റെ നീചസ്ഥിതി കഴിയുന്നത് സെപ്റ്റംബർ 18-ാം തീയതിയാണ്. ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പെണ്ണ് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറുക്കനെ കാണുകയാണെങ്കിൽ സെപ്റ്റംബർ 18 കഴിഞ്ഞാൽ അതൊക്കെ അനുകൂലമായ തീരുമാനമായി മാറുന്നതാണ് മേടൻ രാശിക്കാർക്ക്. തൽക്കാലം വിത്തിടുക. സെപ്റ്റംബർ 18 കഴിഞ്ഞാൽ അത് കൊയ്യേണ്ടുന്ന സമയമാകുന്നു. അത്യന്തം ബലവാനായി ശുക്രൻ വരികയാണ്. മേടൻ രാശിക്കാർക്ക് വളരെയധികം ഗുണമാണ്. അവരുടെ വാക്ക്, സമ്പത്ത്, യാത്ര ഇതൊക്കെ അനുകൂലമായി വരും. 2-ൽ നിൽക്കുന്ന വ്യാഴം കർമ്മമേഖലയിൽ തനിക്കൊരു പദവിയെയും പവറിനെയും തൻ്റെ വാക്കുകൾക്കുണ്ടാകുന്ന ബലത്തെയും കാണിക്കുന്നു. കർമ്മഭാവത്തിലേക്ക് വിശേഷിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല. വളരെയധികം അന്യനെ സഹായിക്കേണ്ട മനസ്ഥിതി അത്ര ഗുണമാകില്ല. പരകാര്യസക്ത, അന്യരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടരുത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ. ഏതായാലും മേടൻ രാശിക്കാർക്ക് സുശോഭനമായ ഒരു ഭാവി ഈ ഒരു വാരത്തെ ഞാൻ കാണുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവം രാശിയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന ഇടവൻ രാശിക്കാർക്ക് ഇന്ന് ഇടവൻ രാശിയിൽ വ്യാഴം, 2-ാം ഭാവത്തിൽ ചൊവ്വ, 4-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 5-ാം ഭാവത്തിൽ ശുക്രൻ, കേതു, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, കർമ്മസ്ഥാനത്ത് ശനി, 11-ാം ഭാവത്തിൽ രാഹു. ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി. സഹോദര ഗുണം വളരെയധികം കുറയുന്ന വാരമാകുന്നു ഇടവൻ രാശിക്കാർക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മാതാവിനെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം വളരെ കുറയുന്നു. അമ്മയ്ക്ക് രോഗാദി അരിഷ്ടതകൾ വരുന്ന വാരമാകുന്നു. അതിനാൽ മാതാവിൻ്റെ ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധിക്കണം. ശുശ്രൂഷ അർത്ഥ സമർപ്പണാദിവിഹി പ്രീതിം വിധത്യ തയോഹോ എന്നാണ് പ്രമാണം. ശുശ്രൂഷ സ്രോതം വെച്ച അമ്മമാർ പറയുന്നത് ശ്രവിക്കണം. അർത്ഥസമർപ്പണം, അവർക്ക് ധനം വേണമെങ്കിൽ ധനം കൊടുക്കണം. മരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ കറുത്ത വാവയ്ക്ക് വരുമ്പോൾ ശ്രാദ്ധാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യണം. മാതൃ ദേവോഭവ, അമ്മയാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം. അമ്മയോട് ധിക്കാരപരമായി പെരുമാറാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ധാരാളം ശത്രുക്കൾ വരുന്ന വാരമാകുന്നു. അതിനാൽ ശത്രുദോഷം വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ വെള്ളിയാഴ്ച തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ശത്രുമുട്ട്, കർമ്മമുട്ട്, ദേഹമുട്ടൊക്കെ ചെയ്യുക. ശത്രുസംഹാര കുരുതി ചെയ്താൽ വളരെയധികം പരിഹാരങ്ങൾ ഇടവൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. ശുക്രക്ഷേത്രത്തിലെ ചന്ദ്രനാണ്. അതിനാൽ മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ഒക്കെ ചെയ്യുക. വാക്കുകൾ മൂലം ശത്രുക്കൾ ധാരാളം ഉണ്ടാകും. അതിനാൽ സഹോദരങ്ങളോടും കുടുംബത്തിലും നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രേ, നാവിലാകുന്നു നമ്മുടെ ലക്ഷ്മിത്വം. ജിഹ്വാഗ്രേ മിത്രബാന്ധവാഹ, നമ്മളെ ബന്ധുക്കളും നമ്മളെ സുഹൃത്തുക്കളുമൊക്കെ നമ്മുടെ നാവാകുന്നു. ബന്ധനം ചെയ്വ ജിഹ്വാഗ്രേ, നമ്മെ ബന്ധിപ്പിക്കുന്നതും നമ്മുടെ നാവാകുന്നു. ജിഹ്വാഗ്രേ മരണം ധ്രുവം, നമ്മുടെ നാക്ക് നമ്മെ കൊല്ലുകയും ചെയ്യുന്നു. അതിനാൽ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ പൂർവികർ പറയാറുള്ളത് അതുകൊണ്ടാണ്. അനാവശ്യമായ വാഗ്വാദങ്ങളിലേക്ക് പോയി ഇടപെടേണ്ടുന്ന സമയമല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കണം. 2-ലെ ചൊവ്വ കുരങ്ങിന് മാല കിട്ടിയതുപോലെയാണ്. അനാവശ്യമായി ധാരാളം കാശ് ചെലവഴിക്കും. യഥാത്രായതേ മർക്കട കണ്ഠഹാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുരങ്ങിൻ്റെ കയ്യിൽ മാല കിട്ടിയതുപോലെയാകും ഇന്ന് ഇടവൻ രാശിക്കാർക്ക് 2-ൽ നിൽക്കുന്ന ചൊവ്വ ധനപരമായ വിഷയത്തിൽ. ചില നല്ല സൗഹൃദങ്ങളുണ്ടാകാം. സുഹൃത്തുക്കളിലൂടെ തനിക്ക് ധനസമ്പാദനത്തിൻ്റെ സമയവുമാണ്. വരുന്ന ധനത്തെ ശ്രദ്ധിച്ച് ചെലവഴിച്ചാൽ മതി. ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് ഷുഡ് ബി വെരി കെയർഫുൾ. വാഹനങ്ങൾ എടുക്കാം, ബുദ്ധിമുട്ടില്ല. സന്താനങ്ങൾക്കും നല്ല ഗുണമാണ്. അവരുടെ പല വിഷയങ്ങൾക്കും തീരുമാനമാകും. പ്രത്യേകിച്ച് വിവാഹ വിഷയങ്ങൾക്കൊക്കെ അനുകൂലമായ സമയം സംജാതമാകുന്നു. ലഗ്നാധിപനായ ശുക്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. മക്കളുടെ കാര്യത്തിൽ വളരെയധികം ഉത്കണ്ഠ തനിക്ക് കൈവരുന്നതാണ്. അവരുടെ ഫ്യൂച്ചർ പെട്ടെന്ന് മക്കളൊന്ന് വിട്ടു നിൽക്കുമ്പോൾ അവരെ പറ്റിയുള്ള ചിന്ത, എവിടെ പോയി എന്നുള്ള ചിന്തകളൊക്കെ മാതാപിതാക്കളെ അലട്ടുന്ന വാരമാകുന്നു. ഈ ലഗ്നത്തിലുള്ള വ്യാഴം ഇടവൻ രാശിക്കാർക്ക് സ്വതവേ കഭരാശിയാണ്. ശാരീരികമായി കഭജന്യമായ ബുദ്ധിമുട്ടുകളുടെ സമയമാണ്. ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. കർമ്മ വിഷയത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല. 10-ാം ഭാവത്തിൽ കർമാധിപനായ
ശനി ബലവാനായി നിൽക്കുന്നു. അത് ബാധാധിപനാണ്. അതിനാൽ ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്ത് ദുഷ്കർമ്മങ്ങൾ ഫലമായി വരുന്ന വാരമാണ്. അതിനാൽ അകമഴിഞ്ഞ് ആരെയും സഹായിക്കാൻ ഈ ഒരു വാരം ഇടവൻ രാശിക്കാർക്ക് നല്ലതല്ല. പ്രത്യേകിച്ച് 9ാം ഭാവത്തിൽ ഗുളികനാണ്. ധർമ്മസ്ഥിതേ ധർമ്മതപ മനു ഊനഹ. തപസ്സും മന്ത്രങ്ങളും ധാർമ്മികതയും കുറയും. അതിനാൽ ധാർമ്മികമായ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങേണ്ടുന്ന ഇടവൻ രാശിക്കാർ അതിൽ വൈമനസ്യം കാണിച്ചാൽ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. ഈ വാരത്തിൽ ഗുളിക ക്ഷേത്രത്തിൽ ഗുളികന് കലശം സമർപ്പിക്കുന്നതും വളരെ ഗുണകരമാകുന്നു. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഇടവൻ രാശിക്കാർക്ക് ഈ വാരം തള്ളി നീക്കാം. ശാരീരികമായി അമ്മയുടെ ആരോഗ്യം, മറ്റൊരു വിഷയം ഞാൻ പറഞ്ഞു, നിശ്ചയമായും ശത്രു തൻ്റെ കൂടെപ്പിറപ്പായി തൻ്റെ കൂടെയുണ്ടാകും. സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക. തൻ്റെ സഹായികളെ കൊണ്ടും തനിക്ക് ബുദ്ധിമുട്ടുകൾ വരും. താൻ അവരെ ശത്രുക്കളെ പോലെ കണക്കാക്കേണ്ടുന്ന വാരമല്ല. അടുത്തതായി മിഥുനം രാശി. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ചൊവ്വയാകുന്നു. 3ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 4ാം ഭാവത്തിൽ ശുക്രൻ കേതു, 5ൽ ചന്ദ്രൻ, 9ാം ഭാവത്തിൽ ശനി, 10ാം ഭാവത്തിൽ രാഹു, 12ാം ഭാവത്തിൽ വ്യാഴം. സ്വതവേ ഇന്ന് മിഥുനൻ രാശിക്കാർക്ക് രാശിധിപനായ ബുധൻ ബലവാനായ 3ൽ നിൽക്കുന്നു. പ്രബലഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങളിലും കർമ്മതടസ്സമുള്ള വാരമാണ്. അതിൽ നിന്നും മാറി കുറച്ചുകൂടി തനിക്ക് ചില നല്ല വ്യക്തികളുമായുള്ള സൗഹൃദത്തിലൂടെ രക്ഷപ്പെടാൻ ലഗ്നാധിപനായ ബുധൻ നിപുണ യോഗം ചെയ്ത് 3ാം ഭാവത്തിൽ നിൽക്കുന്നു. ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. തൻ്റെ വ്യക്തിപരമായ വികാസത്തിന്, അഭ്യുദയത്തിന് നല്ല ചില സുഹൃത്തുക്കളെ തനിക്ക് ലഭിക്കുന്നതാണ്. സഹോദരങ്ങളും ഒരു വള്ളിയെപ്പോലെ തന്നെ ചുറ്റുന്നതാണ്. അതിനാൽ സഹോദരി വിഷയത്തിലൊക്കെ തനിക്ക് നല്ല ചില തീരുമാനങ്ങൾ എടുക്കാം. ഒരു വല്യേട്ടനായി നിന്നുകൊണ്ട് അവരുടെ കാര്യത്തിൽ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്താൽ അവർ തങ്ങളെ ശ്രദ്ധിക്കുന്ന വാരമാകുന്നു. നിപുണയോഗം എന്ന യോഗം വളരെയധികം ഗുണകരമാണ് മിഥുനം രാശിക്കാർക്ക്. സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു വന്നാലുള്ള ഒരു യോഗമാകുന്നു. ബുധേന നിപുണം ധീ കീർത്തി സൗഖ്യാനിതം. ബുദ്ധിയും കീർത്തിയും സുഖവും പ്രദാനം ചെയ്യുന്നു. ദ കോമ്പിനേഷൻ ഓഫ് സൺ ആൻഡ് മെർക്കുറി. ഇവിടെ ബുധന് മൗഢ്യമില്ല. അതുകൊണ്ട് പല കാര്യങ്ങളിലും ഒരു അനുകൂലമായ തീരുമാനം മിഥുനം രാശിക്കാർക്കുണ്ടാകുന്നു. ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു. സൂര്യനും ചൊവ്വയും ആദ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തുമാണ് ഫലം ചെയ്യുന്നത്. പക്ഷെ ബുധനാകട്ടെ ബുധ ഫലതസ്തു സർവദാ, ഏത് സമയത്തും ബുധൻ ഫലം ചെയ്യും. അതിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് റൂൾഡ് ബൈ ഇൻകോൺസ്റ്റന്റ് മെർക്കുറി. അത്ര ഫാസ്റ്റായി സഞ്ചരിക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ. 4ലെ ശുക്രനും നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. ദിഗ്ബലവാനാണ് ശുക്രൻ. സന്താനങ്ങളെ സംബന്ധിച്ച് ഈ വാരം വളരെ നല്ലതാണ്. 5ൽ ചന്ദ്രൻ നിൽക്കുന്നു. യഥാ പഞ്ചമേ യസ്യ നക്ഷത്രനാഥോ ദദാദീഹ സന്താന സന്തോഷമേവ. സന്തതികളെ കൊണ്ട് സന്തോഷമുണ്ടാകുന്നു. കൺസീവ് ചെയ്യുവാൻ വളരെ അനുകൂലമായ വാരമാകുന്നു ഇത്. ഗർഭിണികളാവാൻ അല്ലെങ്കിൽ ഗർഭ ചികിത്സയ്ക്ക് വേണമെങ്കിൽ അതിന് അനുകൂലമായി ഡോക്ടറെ സന്ദർശിക്കുവാനുള്ള ഒരു അനുകൂലമായ വാരമാകുന്നു ഇത്. അനുകൂലമായ ദിനങ്ങളൊക്കെ നിങ്ങളുടെ നാളെയിൽ സവിസ്തരം നാം പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങളുടെ നാളെ നിങ്ങൾ നിത്യവും കാണുക. നിങ്ങളുടെ നാളത്തെ ശുഭ സമയവും മുഹൂർത്തമടക്കം ഡോക്ടർ മാരാർജി നിങ്ങൾക്ക് തരുന്നുണ്ട്. കർമ്മമേഖലയിൽ ചില പ്രതിസന്ധികൾ എന്ത് വന്നാലും ഉണ്ടാകും. ദാമ്പത്യത്തിലും പ്രയാസങ്ങൾ ഉണ്ടാകാം. ലഗ്നത്തിലെ ചൊവ്വ ഒരു വില്ലനാണ്. പല കാര്യങ്ങളിലും മർക്കടമുഷ്ടി, താൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രം വിജയിക്കണമെന്ന ഒരു വാശി മിഥുനൻ രാശിക്കാർക്കുണ്ടാകും. അത് ശ്രദ്ധിക്കുക. അതിലൂടെ ദാമ്പത്യത്തിന് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ്. ഹെൽമെറ്റ് ധരിക്കാതെ വാഹനയാത്ര ചെയ്യരുത്. അതേ രീതിയിൽ തെങ്ങ് അല്ലെങ്കിൽ മരങ്ങളുടെ താഴെ സഞ്ചരിക്കുമ്പോൾ മുകളിൽ നിന്നും വല്ലതും ശിരസിൽ വന്ന് പതിക്കുന്നതായിരിക്കും. വളരെ ശ്രദ്ധിക്കണം. ആയുധങ്ങൾ അല്ലെങ്കിൽ ലോഹങ്ങൾ അല്ലെങ്കിൽ ദണ്ഡ് മുതലായവ ശിരസിൽ പതിക്കുന്ന വാരമാണ്. വിരഗ്നേകുജെ ദണ്ഡലോഹ അഗ്നിഭീതി. അതിനാൽ തീ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ശ്രദ്ധിക്കണം. പാചകം ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് തീ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. BP പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ശിരസിലൂടെ രക്തം വളരെ പെട്ടെന്ന് വികാര പ്രകടനങ്ങൾ നടത്തുമ്പോൾ
പെട്ടെന്ന് ബ്ലഡ് പമ്പ് ചെയ്ത് ശിരസിലേക്ക് വരുന്ന സമയമാണ്. ശാരീരികമായി രക്തമർദ്ദം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 12 വ്യാഴത്തിന് പരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസം ഈ വ്യാഴാഴ്ച നിങ്ങൾ വഴിപാടായി ചെയ്യുക. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ശ്രമിക്കുക. 9 ഭാഗ്യസ്ഥാനത്ത് ശനി നല്ല മാനസികമായ ഭൗതിക സുഖത്തിനേക്കാളും ആത്മീയമായ സുഖം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വാരമായിരിക്കും. പെട്ടെന്ന് പ്രകോപിതരാകരുത് എന്ന ഒരു ഉപദേശം മാത്രം മിഥുനൻ രാശിക്കാർക്ക് ഞാൻ നൽകട്ടെ.